ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 9 ഉദ്യോഗസ്ഥർ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പ്രതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൽ മുരാരി ബാബു മുതൽ ഈ ദേവസ്വം സെക്രട്ടറി ജയശ്രീ വരെ നീളുന്നു ആ പേരുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 2018 ശേഷം, അതായത് ആ ഗൂഢാലോചന ഘട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം സഹായിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ പങ്ക് കൃത്യമായി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കുറിച്ചിരുന്നു. ആർക്കൊക്കെ എന്തൊക്കെ റോൾ, എങ്ങനെയൊക്കെയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അത് പുറത്തേക്ക് കൊണ്ടുപോയി കൈമോശം സംഭവിപ്പിക്കാൻ കാരണമായത് അതിൽ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ. ഈ 9 ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരെടുത്താണ് ദേവസ്വം വിജിലൻസിന്റെ വിമർശനം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ സ്വർണ്ണത്തെ ചെമ്പാക്കി, അതായത് 2019 കൈമാറുമ്പോൾ രേഖകളിൽ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി, ബോധപൂർവം ചെമ്പുപാളിയാക്കിയത് മുരാരി ബാബുവാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യം കൊടുത്തുവിടാനുള്ള അനുമതി അടക്കം നൽകിയത് ദേവസ്വം സെക്രട്ടറി ജയശ്രീയാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവടക്കം മറികടന്നത് തിരുത്തിയാണ് ദേവസ്വം സെക്രട്ടറി ജയശ്രീ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് വിജിലൻസ് കണ്ടെത്തലുണ്ടായിരുന്നു. 2 തിരുവാഭരണം കമ്മീഷണർമാർക്കും വീഴ്ചയെന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ 9 ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ അപ്ഡേഷൻ.